തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ സർക്കാർ തടഞ്ഞു. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ കാരണങ്ങളൊന്നും അറിയിക്കാതെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഇത് തടഞ്ഞത്. 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് കുംഭമേള നിശ്ചയിച്ചിരിക്കുന്നത്. സി.വി. അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, കാരണങ്ങളൊന്നുമില്ലാതെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞതെന്ന് പറയുന്നു. എന്താണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, നമുക്കറിയാം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തോട് ചേർന്നുള്ള പുഴയോരത്താണ്, നിളയുടെ മണൽപ്പരപ്പിലാണ് ഈ ഒരു കുംഭമേളയുടെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത്. അതിനുവേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, താൽക്കാലികമായിട്ട് പാലം നിർമ്മിക്കുകയും ആ മണൽപ്പരപ്പ് അവിടെ ജനങ്ങൾക്ക് കടക്കാൻ കഴിയുന്ന രീതിയിൽ മണൽക്കാട് മാറ്റി അവിടെ യോഗ്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തികളായിരുന്നു പുരോഗമിച്ചിരുന്നത്. അതിനുവേണ്ടി JCB മറ്റ് യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ മണൽപ്പരപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലേജ് ഓഫീസറുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ പുഴയുടെ മണൽപ്പരപ്പിലും അതേപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നും അതുപോലെ തന്നെ താൽക്കാലിക പാലം നിർമ്മിച്ചത് അനുവാദം വാങ്ങാതെയാണെന്നും കാണിച്ചുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ ഇതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. അതായത് കുംഭമേളയ്ക്ക് ഈ മഹാമാഘ മഹോത്സവത്തിന് തടസ്സമല്ല, അതിനുവേണ്ടി പുഴയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഫലത്തിൽ വരിക ഈ ഒരു മാഘമഹോത്സവത്തിന് തടസ്സമാകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ഫലമായിട്ട് വരിക. എന്നാണെങ്കിലും നേരത്തെ ഇത്തരത്തിൽ ഒരുപാട് പ്രവൃത്തി നടന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടി കഴിഞ്ഞ 2 മാസം മുൻപ് ഉദ്യോഗസ്ഥ തലത്തിലും എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ളൊരു യോഗം വിളിച്ചു ചേർത്തിരുന്നു സംഘാടകർ. അതിൽ പ്രദേശത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ റവന്യൂ അധികൃതരൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു നിർമ്മാണ പ്രവൃത്തി 70% പൂർത്തിയായ സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ഈ ഒരു സ്റ്റോപ്പ് മെമ്മോ വരുന്നത്? ഇതിന് മറ്റേതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ എന്ന ചോദ്യമാണ് സംഘാടകർ ഉയർത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ ആരെങ്കിലും ഈ ഒരു നീക്കത്തിനെതിരെ പരാതി കൊടുക്കുകയോ അതിനെ തുടർന്നുള്ള നടപടികളാണോ ഈ ഒരു അടിയന്തരമായിട്ട് സ്റ്റോപ്പ് മെമ്മോ വന്നതിന് പിന്നിലെന്ന സംശയവും ഉയരുന്നുണ്ട് സംഘാടകരെ സംബന്ധിച്ച്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ളൊരു വിശദമായിട്ടുള്ള സംഘാടകരുടെ ഭാഗത്തുനിന്നുള്ളൊരു പ്രതികരണം ഇന്ന് തൃശ്ശൂരിൽ 4 മണിക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു കുംഭമേള മാഘമഹോത്സവമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ അത് ഈ ഒരു പുഴയിൽ നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പുഴയുടെ തീരത്തായിരിക്കും നടക്കുക. പക്ഷേ ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് സ്ഥലപരിമിതി ഒരു തടസ്സമാകുന്ന സാഹചര്യം മാറിയ സാഹചര്യത്തിലുണ്ട്. അത് തന്നെയാണ് സംഘാടകർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരാശങ്ക. നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ അവരുടെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് സംഘാടകർ കത്ത് നൽകുകയും ജില്ലാ കളക്ടർക്കും SP-ക്കും ഒക്കെ നൽകുകയും ചെയ്തിരുന്നു. അന്നൊന്നും ഒരു തടസ്സവും വരാതെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ 70% പൂർത്തിയാകുന്ന സമയത്ത് എവിടെ നിന്നാണ് ഈ ഒരു തടസ്സം വന്നിരിക്കുന്നതെന്ന ചോദ്യമാണ് സംഘാടകർ ഇപ്പോൾ ഉയർത്തുന്നത്. ഈ മാസം 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് നീളുന്ന ഈ വലിയ ഒരു ഉത്സവമായിട്ടാണ്, ഈ നിള ഉത്സവമായിട്ടാണ് മാഘമഹോത്സവം സംഘാടകർ നിശ്ചയിച്ചിരുന്നത്. അതിൽ തന്നെ ജനുവരി 28 മുതൽ ഫെബ്രുവരി 3 വരെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ നിശ്ചയിച്ചിരുന്നത്. ഭാരതത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിലുള്ള സന്യാസിപര്യരും ആധ്യാത്മിക സമൂഹത്തിൽപ്പെട്ടവരും അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരിപാടിയായിട്ടായിരുന്നു ഇത് സംഘാടകർ നിശ്ചയിച്ചിരുന്നത്. ഇതിൻ്റെ ഒരുക്കങ്ങൾ ഈ പുഴയോരം ഒരുക്കി ഇതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നിർമ്മാണങ്ങൾ 70% പൂർത്തിയായ ഘട്ടത്തിലാണിപ്പോൾ ഈ സ്റ്റോപ്പ് മെമ്മോ വില്ലേജ് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നതാണെന്ന് വ്യക്തമാണ്. ഇനി എങ്ങനെയായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പുഴയിലെ അനുവാദം, പുഴയിൽ ഇത്തരം നിർമ്മാണം നടത്തുവാൻ അനുവാദം ലഭിച്ചില്ലെങ്കിൽ പുഴയോരത്ത് നിളയോരത്ത് ഈ ഒരു മഹാമഘ ഉത്സവമായി മുന്നോട്ട് പോകുമോ അതോ തുടർ നടപടികളായി മുന്നോട്ട് പോകുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. എന്നാലും വലിയ പ്രതിഷേധം സംഘാടകരുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. സി.വി. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.